ഊർജോൽപാദന മേഖലയിൽ വിപ്ലവ നേട്ടം കൈവരിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. വരുന്ന 30 വർഷത്തിനുള്ളിൽ രാജ്യത്തെ കാർബൺ മുക്തമാക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയം. ഇതിൻ്റെ ഭാഗമായി 2030 ആവുമ്പോഴേക്കും പ്രതിവർഷം 5 ദശലക്ഷം മെട്രിക് ടൺ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്താണ് ഹരിത ഹൈഡ്രജൻ അഥവാ ഗ്രീൻ ഹൈഡ്രജൻ? പ്രപഞ്ചത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. സ്വതന്ത്രാവസ്ഥയിലുള്ളതിനേക്കാളും മറ്റു മൂലകങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നത്. പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി ഉപയോഗിച്ച് ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമാക്കി വിഭജിച്ചുകൊണ്ട് വൈദ്യുത വിശ്ലേഷണം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജനാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജനെ ഗ്രേ ഹൈഡ്രജൻ എന്നും, ഫോസിൽ ഫ്യൂവൽസിൽ നിന്നും കാർബൺ ക്യാപ്ചറിലൂടെ ഉണ്ടാക്കുന്നതിനെ ബ്ലൂ ഹൈഡ്രജൻ എന്നും, സൗരോർജ്ജം, കാറ്റ്, ജിയോ തെർമൽ എനർജി എന്നീ പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ നിന്നും ഉണ്ടാക്കുന്ന ഹൈഡ്രജനെ ഗ്രീൻ ഹൈഡ്രജൻ എന്നും പറയുന്നു. ശുദ്ധമായി കത്തുന്ന തന്മാത്രയുള്ളതാണ് ഗ്രീൻ ഹൈഡ്രജൻ്റെ പ്രധാന ഗുണം. അതിനാൽ തന്നെ ഉൽപ്പാദന സമയത്തോ ജ്വലന സമയത്തോ മലിനീകരണ വാതകങ്ങൾ പുറന്തള്ളുന്നില്ല. ഇത് ഇരുമ്പ്, സ്റ്റീൽ, കെമിക്കൽ, ഗതാഗത മേഖലകളിൽ നിന്ന് കാർബൺ പുറന്തള്ളുന്നത് തടയാൻ സഹായിക്കും. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ കാറുകൾ, എയർഷിപ്പുകൾ, സ്പേസ് ഷിപ്പുകൾ എന്നിവയിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഭാവിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ ഹരിത ഹൈഡ്രജൻ മിഷന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇന്ത്യയെ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിൻ്റെ ആഗോള കേന്ദ്രമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി 2047 ആകുമ്പോഴേക്കും ഉൽപ്പാദനം 45 ദശലക്ഷം ടൺ ആക്കാൻ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ വിഭാവനം ചെയ്യുന്നുണ്ട്. ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് 8 ലക്ഷം കോടി നിക്ഷേപമാണ് 2030 ആവുമ്പോഴേക്കും ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഇതുവഴി 6 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് കരുതുന്നു. ഇന്ത്യക്ക് വലിയ തോതിൽ വിദേശ നാണ്യം ചെലവഴിക്കേണ്ടി വരുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതിയിൽ 1 ലക്ഷം കോടിയുടെ കുറവ് വരുത്തുന്നതോടൊപ്പം ഇന്ധനത്തിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതും ലക്ഷ്യമാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ഗ്രീൻ ഹൈഡ്രജൻ്റെ സാധ്യതകൾ തുറന്നിട്ടു കഴിഞ്ഞു. കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.